ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റിയോബി മീഡിയയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കർത്തൃമേശ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കർത്തൃമേശയോടനുബന്ധിച്ചുള്ള ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. യേശു ജനിക്കുന്നതിന് മുമ്പേ യഹൂദന്മാർ ആഘോഷിച്ച ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാളിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന വിഷയമാണ്. യഹൂദന്മാരുടെ കലണ്ടറിൽ ആബീബ് മാസം 14-ാം തീയതിയാണ് പെസഹ ആചരിച്ചിരുന്നത്. അത് നമ്മുടെ കലണ്ടറിലെ ഏകദേശം മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള കാലഘട്ടമാണ്. പഴയ നിയമത്തിലെ പല വിഷയങ്ങളും നിഴലായിരിക്കുമ്പോൾ തന്നെ ആ നിഴലിൻ്റെ പൊരുൾ പുതിയ നിയമത്തിലാണ് എന്ന് നമുക്കറിയാം. മാനവജാതിയുടെ പാപത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, ഉയർത്തു, അവൻ ഇനി മടങ്ങി വരും എന്ന് പ്രത്യാശ തരുന്ന, അല്ലെങ്കിൽ ആ മരണത്തെ ഓർക്കുന്ന ഒരു അനുഷ്ഠാനമാണ് കർത്തൃമേശ എന്നുള്ളത്. കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്നുള്ള പദങ്ങൾ നമ്മൾ വചനത്തിൽ തിരഞ്ഞാൽ ചിലപ്പോൾ കണ്ട് എന്ന് വരില്ല. കാരണം അത് വചനത്തിലില്ല. പകരം അവിടെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ പാനപാത്രം. 1 കൊരിന്ത്യർ 10:16. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ, കർത്താവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. പിന്നീട് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ അത്താഴം എന്നുള്ള പദമാണ്. അതും 1 കൊരിന്ത്യർ 11-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന പദം മറ്റൊന്നാണ്, അത് അപ്പം നുറുക്കലാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 2:42, 20:7 ഒക്കെ ഇത് കാണാൻ സാധിക്കുന്നു. എന്താണ് ഈ കർത്തൃമേശ എന്ന് നമ്മൾ ഇതിനോടകം അറിഞ്ഞു. എങ്കിലും ഇതിനോടനുബന്ധിച്ച് അനേക സംശയങ്ങൾ നമുക്ക് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. ആ സംശയങ്ങളെ ദൂരീകരിക്കുവാൻ നമുക്കൊരു വേദ അധ്യാപകൻ അല്ലെങ്കിൽ വേദം പഠിക്കുന്ന ആളുകളോട് ആരായേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പലപ്പോഴും അത് ചെയ്യാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കുറവ്. അങ്ങനെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ചില ചോദ്യങ്ങൾ, അത് ദൂരീകരിക്കുവാൻ ഒരു ശ്രമമാണ് ഈ വീഡിയോ. ഇന്ന് ആ ചർച്ചയിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജു സി ജോസഫ് അവർ. അദ്ദേഹം ഒരു കോളേജ് വേദ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ, എൻ്റെ ആദ്യത്തെ ചോദ്യം ഒരു ആനുകാലികമായി പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനിയിലൊരു ചർച്ചിൽ കൂടി വരുന്നു. അദ്ദേഹം പോകുന്ന ചർച്ചിൽ അവിടെ വരുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരായവരും കടന്നു വരുമ്പോൾ തിരുവത്താഴത്തിൻ്റെ ഒരു വിഹിതം അവർക്കും കൊടുക്കുന്നു. ഇത് എത്രത്തോളം നമുക്ക് അംഗീകരിക്കാനാകും? ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർക്കുള്ള യോഗ്യതയുടെ മാനദണ്ഡം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമല്ലോ. അതൊന്ന് വിശദീകരിക്കാം. വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ടതാര്? പങ്കെടുക്കുന്നവരുടെ യോഗ്യതകൾ എന്തായിരിക്കണം?
മുമ്പേ ഓർപ്പിച്ച പോലെ ചിലയിടങ്ങളിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളില്ല, ആർക്കും പങ്കെടുക്കാം. അത് തിരുവചനാധാരമായ ഒരു കാര്യമായി പരിഗണിക്കാനാവില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രസംഗത്തിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ആ ആൾക്കൂട്ടത്തോടായി പത്രോസ് പറയുന്ന ഉത്തരങ്ങളും അവർ ചെയ്ത കാര്യവുമാണ് അതിൻ്റെ മാതൃക എന്ന് പറയുന്നത്. പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ അന്ന് 3000-ഓളം ആളുകൾ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് തുടരുകയാണ്. അവർ, ഈ സ്നാനപ്പെട്ടവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോന്നു. കണ്ടിന്യൂസ് ആയി ചെയ്ത കാര്യമാണ് ഒടുവിൽ പറയുന്ന കാര്യങ്ങൾ. അവ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായ ആളുകളാണ് കർത്തൃമേശയിൽ പങ്കെടുത്തതായി നമ്മൾ കാണുന്നത്. സഭാംഗങ്ങൾ. ഒരടിസ്ഥാന യോഗ്യത അയാൾ രക്ഷിക്കപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ രക്ഷ ആന്തരികമായി നടക്കുന്ന ഒരു കാര്യമാണ്. പബ്ലിക്കായി അയാൾ രക്ഷിക്കപ്പെട്ടയാളാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ സാക്ഷിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭകൾ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് കർത്തൃമേശ കൊടുക്കാറുള്ളത്. എന്നാൽ രക്ഷാനിർണയമാണ് ഇതിലേറ്റവും അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത്. വരുന്നു ചേരുന്ന മുഴുവൻ ആളുകൾക്കും പങ്കിടാനുള്ളതല്ല കർത്തൃമേശ. സഭാംഗങ്ങളായവർക്ക് മാത്രമുള്ളതാണ് കർത്തൃമേശ. അതാണ് വേദപുസ്തകത്തിന്റെ മാതൃക എന്ന് പറയുന്നത്. ഓക്കെ, അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അവർ പറയുന്ന ഒരു റീസണും കൂടെ ഇതാണ്, അപ്പോസ്തലന്മാരാരും സ്നാനപ്പെട്ടതായി ബൈബിളിൽ എവിടെയും എഴുതിയിട്ടില്ല. ഇതിനെ നമുക്ക് എങ്ങനെ അതിന് മറുപടി കൊടുക്കാൻ സാധിക്കും? അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടവരായിരുന്നു, പക്ഷേ അത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം നിലവിൽ വന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള സ്നാനമായിരുന്നില്ല. അവരിൽ മിക്കപേരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് അവരേറ്റ സ്നാനം യോഹന്നാന്റെ സ്നാനമാണ്. ആ സ്നാനം യേശുവും ശിഷ്യന്മാരും നടത്തുകയും ചെയ്തു. യേശുവിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ അനേകരെ സ്നാനപ്പെടുത്തിയതായി തിരുവെഴുത്തിലുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ സ്നാനം ശിഷ്യന്മാർ ഏറ്റതായി കാണുന്നില്ല. അതൊരു ന്യൂനതയുമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്നാനം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് യേശുവിനോടൊപ്പം മരിക്കുക, അടക്കപ്പെടുക, ഉയർക്കുക എന്ന മീനിങ് അതിൽ അന്തർലീനമാണ്.
ഇത് അക്ഷരീകമായി അനുഭവിക്കേണ്ടുന്നവരും അനുഭവിച്ചവരുമാണ് കർത്താവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ. ഉദാഹരണമായി, ക്രൂശിൽ യേശുവിനോടൊപ്പം മരിച്ച കള്ളന്മാരിൽ ഒരുവൻ വിശ്വാസത്താൽ യേശുവിനെ മശിഹയായി അംഗീകരിക്കുന്നു. ആ വ്യക്തിയോട് യേശു പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശുവിനോടൊപ്പം അക്ഷരികമായി മരിച്ചു. അക്ഷരികമായത് അനുഭവിച്ചവനായതുകൊണ്ട് അവനൊരു സിംബോളിക് ഡെത്തിന്റെ ആവശ്യമില്ല. ശിഷ്യന്മാർ പ്രതീകാത്മകമായ ഈ മരണം സ്നാനത്തിലൂടെ കാണിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും രക്തസാക്ഷികളായവരാണ്, യോഹന്നാൻ ഒഴികെ. അങ്ങനെയുള്ള ആളുകൾ ഇത് ചെയ്തില്ല എന്നതൊരു ന്യൂനതയല്ല. മാത്രമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ്. അത് നിവർത്തിക്കാൻ അവരെ ചുമതലപ്പെടുത്തി. അവർ ആ സ്നാനമേറ്റവരല്ല, ആകണമെന്ന് നിർബന്ധവുമില്ല. തിരുവെഴുത്തിൽ അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമായ ഒരു സംശയമാണ്, നമ്മൾ കർത്തൃമേശയ്ക്ക് എടുക്കുന്ന അപ്പവും വീഞ്ഞും അത് എപ്രകാരമുള്ളതായിരിക്കും? എന്ത് ധാന്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ധാന്യ രൂപത്തിലുള്ളതായിരിക്കും? തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അത് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു. അതുപോലെ തന്നെ ആംപലു എന്ന് പറഞ്ഞാൽ ജ്യൂസ്, ചാറ്, പഴത്തിന്റെ ചാറ്, അതായിരുന്നു കർത്തൃമേശയ്ക്ക് അല്ല കർത്താവിന്റെ തിരുവത്താഴത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ എത്തരത്തിലുള്ള ധാന്യരൂപങ്ങൾ ആവണം നമ്മുടെ കർത്തൃമേശയിൽ ഉപയോഗിക്കേണ്ടത്? അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? സാധാരണയായി നമുക്കിടയിൽ കർത്തൃമേശയ്ക്ക് ഉപയോഗിക്കുന്ന ബ്രെഡ്, റൊട്ടി ഏതെങ്കിലും ബേക്കറികളിൽ നിർമ്മിച്ച റൊട്ടികളാണ്. അപൂർവം ചിലയിടങ്ങളിൽ പാഴ്സനേജിൽ തന്നെ അവരെ നിർമ്മിച്ചെടുക്കുന്ന ഗോതമ്പ് ചപ്പാത്തി പോലെയുള്ളത് ഉപയോഗിക്കാറുണ്ട്. ബ്രെഡ് ഏത് തന്നെയായിരുന്നാലും അതത്ര വലിയ ഗൗരവമുള്ള കാര്യമായി കണക്കാക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ യഹൂദന്മാർ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിച്ചത്. ആ പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ബേക്കറി റൊട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നിർബന്ധമുള്ളവർ അവര് വീട്ടിൽ തന്നെ മേക്ക് ചെയ്യുന്ന റൊട്ടി അല്ലെങ്കിൽ അപ്പം ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ പുതിയ നിയമ വ്യവസ്ഥയിൽ അക്ഷരികമായി അതെടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു വിഷയം. പഴയ നിയമത്തിൻ്റെതുപോലെ അത്തരം കാര്യങ്ങളിൽ അക്ഷരികമായി തന്നെ കൈക്കൊള്ളണമോ? പുതിയ നിയമത്തിലെ പുളിപ്പെന്ന് പറയുന്നത് എന്താണെന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. തിന്മയാണ്. അപ്പൊ തിന്മയും ദുഷ്ടതയുമായ പുളിപ്പ് ഇല്ലാതിരിക്കണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുള്ളത് കൊണ്ട് പുളിപ്പിനെ നമ്മൾ അക്ഷരികമായി എടുക്കേണ്ട ഒരു നിർബന്ധമില്ല. ഏതു തരത്തിലുള്ള അപ്പവും ആ കാര്യത്തിൽ ഉപയോഗിക്കാം. എന്നാൽ റൊട്ടി അല്ലെങ്കിൽ അപ്പം തന്നെയായിരിക്കണം. അതിനു പകരം മറ്റെന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഭൂഷണമായ കാര്യമല്ല. അത് ശ്ലൈഹിക മാതൃകയും അല്ല. ഓക്കെ.